കൊച്ചി മട്ടാഞ്ചേരി ചുള്ളിക്കലിലെ പെട്രോൾ പമ്പിൽ ഗുണ്ടാ ആക്രമണം. മാനേജറെ ആക്രമിച്ചവർ ജീവനക്കാരിയോട് മോശമായി പെരുമാറിയെന്നാണ് പരാതി. ഇന്ധനം നിറച്ചതിന്റെ പണം ചോദിച്ചതോടെയാണ് ഇവർ പ്രകോപിതരായത്. അതിക്രമ ദൃശ്യം തൊഴിലാളികൾ മൊബൈൽ ഫോണിൽ പകർത്തിയപ്പോൾ സ്വന്തം പോലീസ് ഉണ്ടെന്നായിരുന്നു മറുപടി. ഇതേ സംഘം നേരത്തെയും ഇവിടെ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെന്ന പമ്പുടമയായ സ്ത്രീയുടെ പരാതിയിലുണ്ട്. ടാക്സി മേഖലയിൽ പ്രമുഖരായ കുമാർ ടാക്സീസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മട്ടാഞ്ചേരി ചുള്ളിക്കൽ കുമാർ ജംഗ്ഷനിലെ കുമാർ ഫ്യൂവൽസ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം അതിക്രമം അരങ്ങേറിയത്. 2-3 തവണയായി പമ്പിൽ ചിലർ പ്രശ്നങ്ങളുണ്ടാക്കുകയാണെന്ന് പ്രൊപ്പറൈറ്റർ PR ലതയുടെ പരാതിയിൽ പറയുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ബൈക്കിലെത്തിയ 2 പേർ ഇന്ധനം നിറച്ച് പണം നൽകാതെ കടക്കാൻ ശ്രമിച്ചു. ഇത് ചോദിച്ച വനിതാ ജീവനക്കാരിയോട് ഇവർ മോശമായി പെരുമാറി. മാനേജർ ഇറങ്ങി വന്ന് പണം ചോദിച്ചതോടെ ഇയാളെ ആക്രമിക്കുകയായിരുന്നതാണ് പരാതി. പൈസ ചോദിച്ചപ്പോൾ എൻ്റെ ക്യാഷ് ഇല്ല, കാർഡാന്ന് പറഞ്ഞു. കാർഡ് സ്വൈപ്പ് ചെയ്യാൻ കുറേ നേരം എടുത്തു. ലാസ്റ്റ് അവർ വെറുതെങ്കിലും മേത്തോട്ട് ചൊറിഞ്ഞൊറിഞ്ഞ് വന്നതാണ്. അങ്ങനെ തള്ളി മൂന്നൊക്കെ ഇട്ടൊക്കെ അടിച്ച് ലാസ്റ്റ് അങ്ങനെ പ്രശ്നമായതാണ്. വല്ലാണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടോ? അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തല്ലിയിരുന്നു. തൊഴിലാളികൾ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ സ്വന്തം പോലീസ് ഉണ്ടെന്നായിരുന്നു മറുപടി. പരാതി കൊടുക്കരുതെന്ന് പറഞ്ഞ് ഭീഷണിയും. അവിടെ കൊണ്ടുപോയി മുടിക്കൊക്കെ പിടിച്ചിട്ട് അതിനെ അടിക്കണ കണ്ടിട്ട് ഞാനും തട്ട് ഇവൻ്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ മൊബൈലിൽ നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴേ അവൻ തിരിഞ്ഞ് എന്നിട്ട് പച്ചത്തെറിയും വിളിച്ച് ഇതും കൂടെ എടുത്തോടി എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചേക്കാം. അത്രയും ജനങ്ങൾക്കിടെ മുമ്പിൽ വെച്ച് അപ്പം അത്രയും വൃത്തികെട്ട ചെക്ക് ചെയ്യണവൻ. അത് കാരണം കൊണ്ട് തന്നെ ഞാനൊന്നും മിണ്ടാതെ ഞാൻ ആ ഫോണുമായിട്ട് അതിലൂടെ അങ്ങോട്ട് നടന്നു. ഓഫീസിൽ കയറി പേപ്പറുകളെല്ലാം എടുത്തെറിഞ്ഞു. പോലീസ് എത്തും മുൻപ് അക്രമികൾ സ്ഥലം വിട്ടു. നേരത്തെ പമ്പിലെത്തിയപ്പോൾ മറ്റു വാഹനങ്ങളെ മറികടന്ന് ഇന്ധനം നൽകാത്തതിന് ജീവനക്കാരിയെ ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായും പരാതിയിലുണ്ട്. മറ്റൊരിക്കൽ പമ്പിലെ ഇതര സംസ്ഥാന തൊഴിലാളിയെയാണ് തല്ലിയത്. ഇതോടെ തൊഴിലാളികൾ നാടുവിട്ടു. സ്ഥാപനം നടത്താൻ തന്നെ ബുദ്ധിമുട്ടായി. 67 വയസ്സുകാരിയായ തനിക്ക് സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ വേണ്ട നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. കുമാർ ടാക്സീസിന്റെ ഉടമയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന അന്തരിച്ച KK മോഹൻദാസിന്റെ മകന്റെ ഭാര്യയാണ് പരാതിക്കാരി. പോലീസിനെ കൂടാതെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.